ഈ പറയുന്ന കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ ആരെങ്കിലും ജീവൻ നഷ്ടമായില്ലെങ്കിൽ അവരാരെങ്കിലും ബാക്കി ആയാലോ എന്ന് കരുതി എല്ലാവരുടെയും മരണം ഞാൻ ഉറപ്പാക്കുന്നു. അതിനുശേഷം സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു യുവാവ് വീടിന് പുറത്ത് ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് പരിഭ്രാന്തിയിലാക്കുക, അല്ലെങ്കിൽ അതും പോലീസിനോട് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ മരണം ഉറപ്പാക്കണമെന്ന് അത്ര നിർബന്ധമുള്ളയാൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വന്ന് ആരും രക്ഷപ്പെടുത്തരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്ത ഒരു കുറ്റകൃത്യം, അവിടെ ഈ ഒരു ആത്മഹത്യ എന്നൊക്കെയുള്ള വാദം നമുക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിനപ്പുറത്തേക്ക് ഞാൻ ആലോചിക്കായിരുന്നു, ഈ സീൻ ഓഫ് ക്രൈമിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ, അവിടെ ഇത്രയേറെ ബ്ലഡ് ഷെഡ് കണ്ട ശേഷവും പിന്നെയും അതും പ്രിയപ്പെട്ടവരുടെ ദേഹത്തേക്ക് ആയുധം ഓങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇയാൾക്കൊരു മറിച്ചൊരു ചിന്തയുണ്ടായില്ലേ, ഉള്ളൊന്നും ഇയാളുടെ പിടച്ചില്ലേ എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഒരിടത്ത് പോലും ഇയാളുടെ കയ്യൊന്നും ഇടറിയില്ലേ. ഈ കുറ്റകൃത്യങ്ങളെല്ലാം, അതും ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, ഏറ്റവും അടുത്ത് സ്നേഹിച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾ, അവരുടെയൊക്കെയാണ് ജീവൻ എടുത്തത്. സ്വാഭാവികമായി അത്തരം ചോദ്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും, അതായത് ഈ വാർത്തകൾ കാണുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. സ്വാഭാവികമായി നമ്മൾ ഈ ബന്ധവും അവൻ്റെ ഈ പ്രതിയുടെ പ്രൊഫൈലിൽ ഉണ്ടാകുന്ന ഫോട്ടോകളെല്ലാം, അനിയനോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് ആ 13 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ, ആ കുഞ്ഞു ചെറുപ്പക്കാരനെ വരും ഹാളിലാണ് ആ കൊല ചെയ്തിട്ടിരുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടവർ പറയുന്നത് നമുക്ക് ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും വിവരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. സ്റ്റിൽ ഫോട്ടോസും നമുക്ക് ഒരിക്കലും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അത്രത്തോളം ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പോലീസിന് ഇപ്പോഴും സംശയം. ഇവർ സ്വന്തം കുടുംബത്തെ അത്രത്തോളം ചേർത്ത് നിൽക്കുന്ന, സ്വന്തം കുടുംബത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ് താൻ അത് ചെയ്തത് എന്നുള്ള ന്യായീകരണമാണ് അവൻ നടത്തുന്നത്. പക്ഷേ ഒരു സാധാരണ ക്രിമിനൽ പോലും കൈ വിറയ്ക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം. സ്വന്തം പിതാവിൻ്റെ ഉമ്മയെ കൊല്ലുന്നു, സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുന്നു, സ്വന്തം ഉമ്മയെയും താൻ പ്രണയിച്ച പെൺകുട്ടിയെയും തൻ്റെ സഹോദരനെയും കൊല്ലുന്നു. ആ സ്വന്തം സഹോദരനെ, ഞാൻ നാട്ടുകാരോടെല്ലാം സംസാരിച്ചപ്പോൾ 10 വയസ്സ് എളുപ്പമുണ്ട് ഈ സഹോദരനും തമ്മിൽ. ഈ 10 വയസ്സുള്ള എളുപ്പമുള്ള സഹോദരനെ അവനാണ് ഇവിടെയെല്ലാം എടുത്തുകൊണ്ട് നടത്തുന്നത്. അതായത് എടുത്തുകൊണ്ട് നടന്ന സഹോദരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലണമെങ്കിൽ അത് ഒരു സാധാരണ വ്യക്തിക്കോ സാധാരണ ക്രിമിനൽ മൈൻഡുള്ളവർക്കോ പോലും കഴിയില്ല. അതിന് മറ്റെന്തെങ്കിലും ബാഹ്യമായ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരു സാധാരണമായ ഒരു വ്യക്തിക്കോ അങ്ങനെയൊന്നും കഴിയില്ല. ചിന്തിക്കാൻ പോലും നമ്മളിത് പറയുമ്പോൾ പോലും നമുക്ക് പോലും ആ ഒരു സീൻ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് വിവരിക്കാൻ പ്രേക്ഷകർക്ക് പോലും അത് കേൾക്കാൻ കഴിയില്ല. ആ സാഹചര്യമാണ് അവർക്കുള്ളത്. അത്തരത്തിലൊരു ഭീകരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു രീതിയിൽ പോലും കുറ്റബോധത്തിൻ്റെ ഒരു കണ്ണിക പോലും ഇല്ലാതെ അയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ പറയുകയാണ്. അതെങ്ങനെയാണ് ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ താൻ 6 കൊലപാതകങ്ങൾ ചെയ്തു എന്നാണ് പോലീസ് തന്നെ വെഞ്ഞാറമൂട് പോലീസ് തന്നെ അത് വിശ്വസിക്കാൻ കഴിയാത്ത, ഏതെങ്കിലും രീതിയിൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണോ എന്നെല്ലാം ചിന്തിച്ച് അവനൊരു ആദ്യം അവിടെ ഇരിക്കാൻ പറഞ്ഞ് കുറച്ച് സമയം ഇരിക്കൂ എന്ന് പറയുന്നു. ഇരുന്ന ശേഷം ആദ്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നു. അവർ ആദ്യം CI വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആറ്റിങ്ങൽ ഡിവൈഎസ്പി വിളിക്കുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയോട് താൻ പറയുന്നു ഞാൻ ഇത്ര പേരെ കൊന്നു എന്ന്. ആദ്യം തന്നെ അപ്പോൾ തന്നെ പാങ്ങോട് നിന്ന് ഈ പിതാവിൻ്റെ ഉമ്മയുടെ മരണം, അത് അങ്ങനെ ബാത്റൂമിൽ തലയിടിച്ചു വീണും ചറുക്കി ബാത്റൂമിലാണ് ആ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് എങ്ങനെയോ കാൽ വഴുതി വീണ് തലയിടിച്ചു മരിച്ചതാകാം എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ആ സമയത്ത് എത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ആ പ്രദേശവാസികളുമെല്ലാം ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആദ്യം പോയത്. പക്ഷേ അതിനുശേഷം ഇവിടെ എത്തി മറ്റ് മൃതദേഹങ്ങൾ കൂടി കണ്ടപ്പോഴാണ് പോലീസിന് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുകയും തുടർ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. അത് അപ്പോഴും പോലീസിന് ഈ മുന്നിൽ ഇപ്പോഴും ആ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ മൊഴി മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ക്രിമിനലായ പ്രതി പറയുന്ന ഈ മൊഴി മാത്രമേ പോലീസിൻ്റെ ഭാഗത്തുള്ളൂ. പോലീസ് പറയുന്നത് താൻ ഈ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യത്തിൽ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റു വഴികളില്ലാതെ ചെയ്തു എന്ന് പറയുന്ന ആദ്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആത്മഹത്യ ചെയ്താൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു പോയാൽ അവർ കുറ്റബോധം പേരേണ്ടി വരില്ലേ, അതുകൊണ്ട് അവരെല്ലാം കൊല്ലുന്ന ചുമതല താൻ ഏറ്റെടുത്തു എന്ന് വളരെ ലാഘവത്തോടു കൂടി, ഒരു കുറ്റബോധം പോലും ഇല്ലാതെ, കുറ്റബോധത്തിൻ്റെ ഒരു അണി കുറ്റബോധവും പോലും ഇല്ലാതെ പോലീസിന് മുന്നിൽ വന്ന് പറയുകയും പോലീസിന് മുന്നിലിരുന്ന് തന്നെ താനും വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയിലേക്ക് 23-കാരനെ എത്തിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കുടുംബം
കുടുംബവുമായി അത്രത്തോളം ചേർന്ന് നിന്ന ആളാണ് ഈ പ്രതി. കുടുംബത്തോട് ചേർന്ന് നിന്ന ആളാണ്. ഓരോ ഘട്ടത്തിലും കുടുംബം ഒന്നിച്ച് ഏകദേശം 2 മാസം പിതാവിനൊപ്പം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. ഇത്തരത്തിൽ കുടുംബത്തിന്റെ ബോണ്ടിങ് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നാണ് പ്രദേശവാസികളും ബന്ധുക്കളും എല്ലാം പറയുന്നത്. പിന്നെ എന്താണ് ഈ 23-കാരനെ കൊണ്ട് ഈ കൊടും ക്രൂരകൃത്യം ചെയ്യിച്ചത് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. തീർച്ചയായിട്ടും ഉമേഷ്, ഏതായാലും ഈ 5 പേരുടെ മരണത്തിന് നടുക്കത്തിനപ്പുറത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട രക്തബന്ധത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ജീവനോളം സ്നേഹിച്ച് വിശ്വസിച്ച ഒരാൾ തന്നെ ഈ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നു എന്നത് ആ മാനസികാവസ്ഥ എന്താണ്? ആ ഒരു 23 വയസ്സുകാരൻ ഇത്ര നിഷ്ഠൂരമായി ഈ 5 പേരുടെ ജീവൻ എടുക്കാൻ തോന്നിച്ച മാനസിക നില എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ വിറച്ചു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഭീതി തോന്നുന്ന സാഹചര്യമാണ്. ഏതായാലും അഫാൻ്റെ മാനസികാവസ്ഥ എന്താണ്? അഫാൻ എന്തിനാണ് ഈ കൊടും ക്രൂരത ഈ പ്രിയപ്പെട്ടവരോട് ചെയ്തത് എന്നത് തെളിയേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്.